അതിശയിപ്പിക്കുന്ന അനേകം ബ്രേക്കിംഗ് വീഡിയോസിലൂടെ യുവതയുടെ മനം കവർന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ അബീഷ് പി ഡൊമിനിക്. 1 മിനിറ്റിൽ താഴെ സമയത്തിനുള്ളിൽ 147 കോക്കനട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഗിന്നസിൽ ഇടം നേടിയ നമ്മുടെ സ്വന്തം പൂഞ്ഞാറുകാരൻ. കണ്ടു നിൽക്കുന്നവരെയെല്ലാം അമ്പരിപ്പിക്കുന്ന പ്രകടനങ്ങളിലൂടെ ഇദ്ദേഹം സ്വന്തമാക്കിയത് ഗിന്നസ് വേൾഡ് റെക്കോർഡ്, ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ. മനുഷ്യന് ദൈവം നൽകിയ അമൂല്യ സമ്മാനമായ ശരീരത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും അതിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചും കഠിന പ്രയത്നത്തിലൂടെ ആർജിച്ചെടുക്കേണ്ട നന്മകളെക്കുറിച്ചും യുവജനങ്ങൾക്കിടയിൽ അനേകം ബോധവൽക്കരണ പ്രോഗ്രാമുകളും ലഹരി വിരുദ്ധ പ്രോഗ്രാമുകളും ചെയ്യുന്ന അബീഷ് പി ഡൊമിനിക് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഫിസിക്കൽ ട്രെയിനറായി സേവനം ചെയ്യുന്നു. വിദേശ മാധ്യമങ്ങളടക്കം അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ച അബീഷ് പി ഡൊമിനിക് ഇതാ വളരെ വ്യത്യസ്തമായ ചില സ്വന്തം ബ്രേക്കിങ്ങുകളും പങ്കുവയ്ക്കലുകളുമായി തന്റെ ക്യാമ്പസിൽ ശാലോം പ്രേക്ഷകർക്കു മുൻപിൽ. അബീഷ് സാറേ, നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് സാറേ. ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള സാറിനൊപ്പം ഇങ്ങനെ ഒരു സെക്ഷൻ ചെയ്യാൻ പറ്റുന്നതിനെ ഓർത്തിട്ട് നമ്മുടെ അമൽ ജ്യോതി ക്യാമ്പസിൽ വെച്ച് തന്നെ സാറിനോടൊപ്പം കുറച്ച് കൂടുതലായിട്ട് സാറിനെ പറ്റി അറിയാനായിട്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ അതിലേറെ സന്തോഷം. ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് കൂടുതലായിട്ടും സാറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാനും അതുപോലെ തന്നെ കൂടുതലായിട്ട് സാറിൻ്റെ പെർഫോമൻസസ്, ഒരുപാട് റെക്കോർഡ്സൊക്കെ സാർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും സാറിൻ്റെ ഗിന്നസ് റെക്കോർഡ്, ഏറ്റവും വലിയ റെക്കോർഡാണ് സാർ സ്വന്തമാക്കിയേക്കുന്നത്. അപ്പോൾ തേങ്ങ ബ്രേക്ക് ചെയ്യുന്നതിൽ എന്തുമാണ് സാറിന് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. ഏഞ്ചൽ പറഞ്ഞ പോലെ ഈ അമൽ ജ്യോതിയുടെ ഈ ക്യാമ്പസിൽ വെച്ച് ശാലോം ടിവിയുടെ ഒരു പ്രോഗ്രാമിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് 15ഓളം റെക്കോർഡുകളാണുള്ളത്. അതിൽ എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഗിന്നസിൻ്റെ എല്ലാ സൈറ്റിലും, ഫേസ്ബുക്ക് സൈറ്റിൽ ഏതാണ്ട് 145 മില്യണോളം ആൾക്കാർ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ ഒരുപാട് അഭിമാനം തോന്നുന്നു. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ തൃശ്ശൂർ ശോഭ സിറ്റിയുടെ ഫ്രണ്ടിലാണ് ഈ ഒരു റെക്കോർഡ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തത്. മറ്റൊന്നുമല്ലായിരുന്നു, എനിക്ക് ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്താ വെച്ചാൽ ഈ കോക്കനട്ട് ബ്രേക്കിങ്ങിൻ്റെ റെക്കോർഡ് കേരളത്തിൽ കൊണ്ടുപോകണമെന്നൊരു ഭയങ്കര ആഗ്രഹം. മറ്റൊന്നുമല്ല, നമുക്കറിയാം ഇതിൻ്റെ മുമ്പിലിരുന്ന റെക്കോർഡ് എന്ന് പറയുന്നത് ജർമ്മൻ സ്വദേശി മുഹമ്മദ് ഗുർമാനി എന്ന് പറയുന്ന ഒരാളുടെ പേരിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കയ്യിൽ ഹാമർ ഏന്തിയ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വലിയൊരു കരാട്ടെ മാസ്റ്ററാണ്. അപ്പം ഞാനിങ്ങനെ ഒരുപാട് ബ്രേക്കിങ്ങൾ ചെയ്യും, 100ലധികം വെറൈറ്റി ബ്രേക്കിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഈ ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് ഇത് ജർമ്മൻകാരൻ്റെ പേര് ഇരിക്കുന്നതെന്ന് അറിഞ്ഞത്. അപ്പോൾ എനിക്കറിയാം ഈ ജർമ്മനി തെങ്ങും തേങ്ങായും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പം നമ്മുടെ നാടെന്ന് പറയുമ്പം കേരവൃക്ഷങ്ങളുടെ നാടാണ്. അപ്പോൾ എനിക്കൊരു ഭയങ്കര ആഗ്രഹം, ഈ ഒരു റെക്കോർഡ്സ് എന്തായാലും ഒന്ന് മറികടക്കണം. അപ്പോൾ അതിനുവേണ്ടി കറക്റ്റായിട്ടുള്ള ഒരു ട്രെയിനിങ്, ഞാൻ നേരത്തെ മുതലേ എൻ്റെ ശരീരം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അതിലൊത്തിരി കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അപ്പം ഞാൻ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ റെക്കോർഡ് മറികടക്കാൻ വേണ്ടി ഒരു പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ് കാര്യങ്ങളും ബ്രീത്തിങ് എക്സസൈസ് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏതാണ്ട് ഇദ്ദേഹം 1 മിനിറ്റിൽ 60 എണ്ണമാണ്, പക്ഷേ ഞാനത് 1 മിനിറ്റിൽ താഴെ ഏതാണ്ട് 47 സെക്കൻഡിൽ 146 നാളികേരം കൈകൊണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റി. അത് എൻ്റെ ജീവിതത്തിൽ ദൈവം വലിയൊരു അനുഗ്രഹം പോലെ തന്നായിട്ടാണ് ഞാൻ ഒരു പകുതി ശ്രമം എൻ്റെ ഉള്ളൂ. ബാക്കി അതിൻ്റെ ഉദാഹരണം എന്നാന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും പല സ്ഥലത്തും പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു 10-20 കോക്കനട്ടൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഷോ ചെയ്യുമ്പോൾ ചെറിയ ക്രാക്കും മുറിവും ഒക്കെ പറ്റാറുണ്ട് കൈക്ക്. പക്ഷെ ഞാൻ ഈ 146 നാളികേരം ബ്രേക്ക് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ ഒരു പരിക്ക് പോലും പറ്റിയില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു കാര്യം. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 10 ടണ്ണുള്ള ഒരു KSRTC ബസ് കടിച്ച് വലിച്ച് ഏഷ്യൻ റെക്കോർഡും അമേരിക്കൻ റെക്കോർഡും എൻ്റെ പേരിലുണ്ട്. അതുപോലെ തന്നെ 2000 RPM കറങ്ങുന്ന ഫാന് കണ്ണ് മൂടിക്കെട്ടി നാക്കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് അമേരിക്കക്കാരൻ്റെ പേരിലുള്ള റെക്കോർഡുണ്ട്. പിന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കൊണ്ട് കരിക്ക് ബ്രേക്ക് ചെയ്യുന്നതിൽ അറേബ്യൻ റെക്കോർഡ്സ്. ഇങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ട് ഒരാൾ ഫാൻ മ്യൂസിക് ആക്കി മാറ്റുന്നത് ഒരു ആദ്യത്തെ ആളെന്നുള്ള റെക്കോർഡ്സ് എൻ്റെ പേരിലുണ്ട്. അങ്ങനെ ഒരു വ്യത്യസ്ത ഇനങ്ങളിലായിട്ട് 15ഓളം റെക്കോർഡുകളാണുള്ളത്. സാർ ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് സാറിൻ്റെ ഉള്ളിലെ ആഗ്രഹവും ആ ഫയറും അതിനുവേണ്ടിയുള്ള ഒരു തീക്ഷ്ണതയും. അപ്പോൾ സാറിൻ്റെ ഗിന്നസ് റെക്കോർഡ് വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം.
Ready? 1, 2, 3, start! ശരിക്കും അത്ഭുതം തന്നെ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സാറ് എത്ര ഹാപ്പി ആയിട്ടാണ്, എത്ര പവർഫുൾ ആയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത്. ശരിക്കും ഗിന്നസ് റെക്കോർഡിന് വേണ്ടി നമ്മൾ പല ഓപ്ഷൻസ് എടുക്കാറുണ്ട്, പല രീതിയിൽ പലരും മുമ്പോട്ട് പോകാറുണ്ട്. സാർ എന്തുകൊണ്ടാണ് ഈ ബ്രേക്കിംഗ് എന്നൊരു കോൺസെപ്റ്റിലോട്ട് വന്നത്? മറ്റൊന്നുമല്ല, നമുക്ക് അറിയാം, നമുക്ക് ആത്മാവും ശരീരവുമാണ്. ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ ആലയമാണ്, നമുക്ക് വചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൂദാശകളെല്ലാം, നമുക്ക് ആത്മീയമായിട്ടുള്ള എല്ലാ കൂദാശകളും നമുക്ക് സഭയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ശരീരം സംരക്ഷിക്കാനായിട്ട് നമ്മൾ ഇന്ന് പലരും മുന്നോട്ട് വരുന്നില്ല. അപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, നമ്മൾ ഇതുപോലുള്ള ബ്രേക്കിങ്ങൾ ചെയ്യുമ്പം ഇന്നത്തെ യൂത്ത് നമ്മളെ ശ്രദ്ധിക്കാനും, അപ്പം ഞാൻ കൊടുക്കുന്ന ഈ സന്ദേശങ്ങൾ, നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ സ്വത്താണ് നമ്മുടെ ശരീരം, ദൈവത്തിൻ്റെ ആലയമാണ്. അത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. ഇന്ന് എല്ലാവരും നമുക്കറിയാം, എല്ലാ ആൾക്കാരും ഇന്ന് കാശിൻ്റെ പുറകെ ഉള്ള ഓട്ടമാണ്. പക്ഷേ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, നമ്മളൊരു ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബസ്സിലേക്ക് കയറുമ്പം നമ്മൾ ഈ ഫോൺ പൊട്ടിപ്പോകാതിരിക്കാനും ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. ഇത് ഇടയ്ക്ക് പോക്കറ്റ് തപ്പി നോക്കും. അതുപോലെ നമ്മളൊരു വണ്ടി മേടിക്കുക, ഒരു കാറ് മേടിക്കുകയാണെങ്കിൽ നമ്മളത് കറക്റ്റ് സമയത്ത് കൊണ്ട് സർവീസ് ചെയ്യും. പക്ഷേ നമുക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ശരീരമാണ്. അതെല്ലാവർക്കും അറിയാമെങ്കിൽ തന്നെ അത് ഒന്ന് കാത്തു സൂക്ഷിക്കാനായിട്ട് ഇന്ന് ആരും മുന്നോട്ട് വരുന്നില്ല. നമ്മുടെ ഭക്ഷണ രീതിയാണേലും, നമ്മൾ വെള്ളം കുടിക്കുന്നതാണേലും, നമ്മുടെ ബ്രീത്തിങ് ആണേലും, നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, നമ്മുടെ മലയാളികൾ ശരിക്കും പറഞ്ഞാൽ മണ്ണ് എടുത്തിട്ട് അത് കുക്ക് ചെയ്തിട്ട് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതും തിന്നുന്ന ആൾക്കാരായി മാറുക. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം. നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ആൾക്കാരുടെ തലമുറ, ഇനിയുണ്ടാകുന്ന തലമുറ പോലും നമ്മുടെ ശരീരം സംരക്ഷിക്കുകയും ദൈവം തന്ന ആ ദാനം നമുക്ക് എത്രത്തോളം കാത്തു സൂക്ഷിച്ച് പോകാം എന്നുള്ള ഒരു കണ്ടന്റോടെ ദൈവത്തോട് ഒരു കടമയുണ്ട്. നമുക്ക് ആ കടമ ചെയ്യണം എന്നുള്ളൊരു സന്ദേശം കൊടുക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു ബ്രേക്കിങ്ങും കാര്യങ്ങളും ആകുമ്പോൾ ശ്രദ്ധിക്കുമല്ലോ എല്ലാവരും. അതാണ് ഞാൻ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. സാർ ചെറുപ്പം മുതലേ ഇതായിരുന്നു സാറിൻ്റെ ഒരു ലക്ഷ്യം, ഈ ഒരു ഗിന്നസ് റെക്കോർഡ്. അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടാവണമെങ്കിൽ ഉറപ്പായിട്ട് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് സാറിൻ്റെ ഫാമിലിനെ പറ്റി കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ നേരത്തെ അഡൽട്ടായിരുന്നു, തുടക്കം ഒരു അഡൽട്ടായിട്ടാണ് തുടക്കം. അതിനുശേഷം കൂടുതലായിട്ട് നമുക്ക് ഉള്ളിലൊരു തീ, എന്ന് വെച്ചാൽ നമുക്ക് ശരീരം സംരക്ഷിക്കണമെന്നുള്ളൊരു തീ ഒരു 15 വയസ്സ് 16 വയസ്സിലാണ്. അപ്പം മുതലേ പല വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. ഫാമിലിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ താമസിക്കുന്ന കോട്ടയം ജില്ലയിൽ പൂഞ്ഞാർ കൈപ്പള്ളി എന്ന് പറയുന്ന ഒരു മലയോര മേഖലയിലാണ്. ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നു വന്ന ഒരു ഫാമിലിയാണ് എൻ്റെ. അച്ഛനും അമ്മയും ഭാര്യ മോള്, ഇങ്ങനെ ഒരു ചെറിയൊരു കുടുംബമാണ്. അപ്പോൾ സാറേ, കൂടുതൽ വിശേഷങ്ങളായിട്ട് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് സാറിൻ്റെ ഒരു ചെറിയ പെർഫോമൻസ് കണ്ടിട്ട് വരാം. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് ബ്രേക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത്? ഉറപ്പായിട്ടും ദൈവാനുഗ്രഹം നിറഞ്ഞ ഈ വേദിയിൽ ശാലോൻ ദേവിക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നമുക്ക് ഡെമോൺസ്ട്രേഷൻ കുറച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാം. ഞാൻ ഇന്ന് വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ കോക്കനട്ട് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഞാൻ കോക്കനട്ട് ഒന്ന് കാണിക്കാം. ഞാൻ ഇതുണ്ടോ, സ്ട്രോങ് കോക്കനട്ട് ആണോ നോക്കിയാൽ കേട്ടോ. ഞാൻ വ്യത്യസ്തമായ രീതിയിലാണെന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ സാധാരണ ബ്രേക്ക് ചെയ്യാറുള്ളത് വെറും കൈ കൊണ്ട് കോക്കനട്ട് ബ്രേക്ക് ചെയ്ത് പോവാണ്. ഇന്ന് ഞാനൊരു കോഴിമുട്ട നോക്കിയത് കേട്ടോ, കോഴിമുട്ടയാണല്ലോ അല്ലേ. അപ്പോൾ ഇത് കയ്യിൽ ഹാൻഡിൽ ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്.
ബാക്കി ദൈവത്തിൻ്റെ കയ്യിൽ. ഇത് ലാസ്റ്റ് പൊട്ടാതെ ആ ഗ്ലാസ്സിൽ ഒഴിക്കണമെന്നുണ്ട്, നോക്കാം. സാർ എത്ര സന്തോഷത്തോടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ഈ ഒരു പെർഫോമൻസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുമായിരുന്നു. ഇത് കണ്ടപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം തോന്നി. സാർ ഒരുപാട് അവയർനെസ് പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്. ശരിക്കും ഈ അവയർനെസ് എന്നൊരു ചിന്ത വരാൻ കാരണം എന്താണ്? നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ, അതായത് എനിക്ക് എൻ്റെ ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് ദൈവം കൊടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഓരോ കഴിവ് കിട്ടണമെന്നില്ല. അപ്പം നമുക്ക് കിട്ടിയ കഴിവ്, എനിക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്, ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ആരോഗ്യം, എൻ്റെ ശരീരവും. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ദാനമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത്. അപ്പോൾ ഇത് വെച്ചിട്ട് യുവജനങ്ങളിലേക്ക് നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്, അത് സംരക്ഷിക്കണം. നമ്മൾ ഏത് ടാലൻറ്റിലേക്ക് പോകണമെങ്കിലും നമ്മുടെ ശരീരം സംരക്ഷിക്കണം എന്നുള്ള ഒരു സന്ദേശം, അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. ഇപ്പം നമുക്ക് ദൈവമായിട്ട് എന്ത് തന്നാലും നമുക്ക് അത് ഏറ്റെടുക്കാനും ഉള്ള ഒരു ഇതുണ്ടാവണം. അതോടൊപ്പം തന്നെ നമുക്ക് തന്ന ആ ഗിഫ്റ്റ് സംരക്ഷിക്കാനുള്ളൊരു കടമ നമുക്കുണ്ട്. അപ്പോൾ അത് എത്രത്തോളം നമുക്ക് സംരക്ഷിക്കാം എന്നുള്ള ഒരു സന്ദേശം കൊടുക്കുക. അതായത് നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ആരോഗ്യമാണ്. ആരോഗ്യം വെച്ചിട്ട് നമ്മൾ ഓരോ ബ്രേക്കിങ്ങുകളും കാര്യങ്ങളും ചെയ്തുകൊണ്ട് യുവജനങ്ങളിലേക്കും മറ്റുള്ള ആൾക്കാരിലേക്കും ശരീരം സംരക്ഷിക്കണമെന്നുള്ളൊരു സന്ദേശം കൊടുക്കുക. പല ആൾക്കാർക്കും തോന്നുമായിരിക്കും ഞാൻ ഈ ബ്രേക്കിംഗ് എന്തിനു ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ബ്രേക്കിംഗ് കാര്യങ്ങൾ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള അറിവുകൾ കൊടുക്കുന്നത്, അതായത് യുവജനങ്ങൾക്ക് നമ്മുടെ ശരീരം ശ്രദ്ധിക്കണം എന്നുള്ളതിന് കൊടുക്കുന്ന മെയിനായിട്ടുള്ള കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഈ നാട്ടിൽ പല സ്ഥലത്തും നമുക്ക് വരുന്ന വാർത്തകളാണ്. 300 കിലോ കഞ്ചാവ് പിടിച്ചു, അല്ലെങ്കിൽ 400 കിലോ കഞ്ചാവ് പിടിച്ചു. 400 കിലോയാണെന്ന് ഓർക്കണം. അതുപോലെ തന്നെ ഇന്ന് മലയാളികൾ ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന ആൾക്കാർ എല്ലാ സ്റ്റേറ്റും എടുത്ത് നോക്കുമ്പോൾ നമ്മൾ മലയാളികളാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരണം. ഈ 300 കിലോ 400 കിലോ കഞ്ചാവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, നമ്മുടെ അനിയന്മാരും അല്ലെങ്കിൽ ചേട്ടന്മാരും ഒക്കെ ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത്. നമ്മൾ മറ്റുള്ള സാധനങ്ങളുടെ പുറകെ ഓടുമ്പോൾ, കാശിന് പുറകെ ഓടുമ്പോൾ, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ ഇങ്ങനെയുള്ള ബ്രേക്കിങ്ങും കാര്യങ്ങളും ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുകയും, കാരണം ഈ ഒരു പ്രത്യേക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു നല്ല സന്ദേശം അതിനോട് കൂടെ കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. പുതിയ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് സാറിന്റെ ചെറിയൊരു പെർഫോമൻസ് കാണാമല്ലേ? തീർച്ചയായിട്ടും കാണാം. സാർ ആദ്യമേ തന്നെ സൂചിപ്പിച്ചിരുന്നു, വളരെ പ്രതിസന്ധികളിലൂടെയാണ് സാർ കടന്നു പോയിട്ടുള്ളത്. ഒരു ഗിന്നസ് റെക്കോർഡിലൂടെ എത്താനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്. അന്ന് ആ ഒരു മൊമെൻറ്റിൽ ഗിന്നസ് റെക്കോർഡ് ജേതാവായി എന്നറിയുമ്പോൾ സാറിന് എന്താണ് ശരിക്കും തോന്നിയത്? അതെ, ഞാൻ ഒരുപാട് പ്രതിസന്ധികളിലൂടെ തരണം ചെയ്തു വന്നയാളാണ്. ഗിന്നസ് റെക്കോർഡ് എന്ന് പറയുന്നത് എനിക്ക് സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത കാര്യമായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിരാശരാകാതെ പ്രത്യാശരായിരിക്കാൻ ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ സമയം അതാണ് ഓർമ്മ വരുന്നത്.
നമ്മൾ ഏതൊക്കെ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളാണെങ്കിലും, ഏതൊക്കെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത്, ഇപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് വേദന അനുഭവിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും ദൈവത്തെ വിട്ട് മാറാതെ ദൈവസ്നേഹത്തിൽ നമ്മൾ നിന്നുകൊണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമ്മൾ പ്രത്യാശരായിരിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ആ വചനത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റാത്ത, ഇന്ന് ലോകത്ത് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഇനി നമുക്ക് ഈ ലോകത്തിൽ നേടിയില്ലെങ്കിൽ പോലും നമുക്ക് ദൈവം അവിടെ ഒരു വിലയിട്ടിട്ടുണ്ട് എന്നുള്ള ഓർക്കുക. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അത് നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്കറിയാം, ഇന്ന് ചെറിയൊരു പരീക്ഷയിൽ തോറ്റുപോയാൽ, അല്ലെങ്കിൽ ചെറിയൊരു കാര്യത്തിന്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വഴക്ക് പറഞ്ഞാലൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. നമുക്കറിയാം, ഈ മറ്റുള്ള ഡ്രഗ്സ് പോലുള്ള സംഭവത്തിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാടിനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞനിയന്മാരും ഒക്കെ ജീവിതം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് വരികയാണ്. അപ്പം നമ്മൾ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ജീവിതത്തിൽ പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ദൈവത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടോ അവിടെ തന്നെ എത്തും, ഉറപ്പാണ്. ഒരു ലക്ഷ്യമുണ്ടാവുക, ആ ലക്ഷ്യം ദൈവത്തോട് ചേർത്ത് പിടിച്ച് ഏറ്റവും പ്രത്യാശയോടുകൂടി അവസാനം വരെ പിടിച്ചു നിന്ന് നേടിയെടുക്കുക. ശരിക്കും ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജ് ആയിരുന്നു സാർ ഞങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പം നമുക്ക് സാറിൻ്റെ ഒരു പുതിയ പെർഫോമൻസ് കൂടി കണ്ടിട്ട് വരാം. ഇന്നിവിടെ ഒരു ബോക്സിംഗ് റൗണ്ടാണ് കേട്ടോ, നോക്കിയേ. പിന്നെ ഇതേ ഒരു ഹെൽമെറ്റ് ഉണ്ട്, പിന്നെ ഞാനും ഉണ്ട്. ഇതിനകത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഹെൽമെറ്റിൻ്റെ പഴയ ഹെൽമെറ്റാണ് കേട്ടോ, ISI മാർക്കുള്ള. നോക്കിക്കോ, കൈ പിടിച്ച് നോക്കിക്കോ. ഇനിയിപ്പം നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റുന്ന ടൈമിൽ നമ്മൾ 20 കിലോമീറ്റർ ആയിരിക്കും, കാരണം നമ്മൾ ബ്രേക്ക് ചെയ്യും അല്ലെങ്കിൽ ടച്ച് ചെയ്തിട്ടായിരിക്കും നമ്മൾ വീഴുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഏറ്റവും കെയറിങ് ആയിട്ടുള്ള നമ്മളെ തലയാണ് പോയി റോട്ടിൽ അടിക്കാൻ പോകുന്നത്. അന്നേരം നമുക്ക് ഹെൽമെറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെയധികം ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആരും ഞാനിത് ബ്രേക്ക് ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്തില്ല, ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 100 കിലോ ലോഡ് ഇതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ കോർ ബ്രേക്ക് ആവുള്ളൂ. അപ്പോൾ എൻ്റെ കൈ കുടുങ്ങാതിരിക്കാനാണ് ഞാൻ ഇതിൻ്റെ അകത്തെ ഈ തെർമോക്കോൾ എടുത്ത് മാറ്റിയിരിക്കുന്നത്. നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ദൈവം സാറിനൊരു ടാലൻറ്റ് തന്നു. സാർ അത് തിരിച്ചറിഞ്ഞു. ശരീരത്തെ ഏറ്റവും മനോഹരമായിട്ട് സംരക്ഷിച്ചു വരുന്നു. അതിലൂടെ അനവധി ലോക റെക്കോർഡുകളെ സ്വന്തമാക്കി. ഒരുപാട് അവയർനെസ് പ്രോഗ്രാമുകൾ നടത്തുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പുറകോട്ടൊന്ന് ചിന്തിച്ചാൽ സാറിന് എന്താണ് തോന്നുന്നത്? എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, ദൈവത്തിൻ്റെ ആലയമാണ് ശരീരം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അറിയാം, നമ്മുടെ കണ്ണിൻ്റെ 2 റെറ്റിന, ഇന്ന് ശാസ്ത്രം എന്തേരെ വളർന്നെന്ന് പറഞ്ഞാലും അത്രയും മനോഹരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ലെൻസ് ശാസ്ത്രത്തിന് നിർമ്മിക്കാനായിട്ട് പറ്റിയല്ല. നമുക്കറിയാവുന്ന വേറൊരു കാര്യമാണ്, നമ്മുടെ 2 കിഡ്നി ഉണ്ട് ദൈവം തന്നിട്ട്. പക്ഷേ ഈ 2 കിഡ്നി കൊണ്ട് കളഞ്ഞിട്ട് നമ്മൾ ദൈവത്തെ കുറ്റം പറയുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണ രീതികൾ, ടിൻ ഫുഡ് സമ്പ്രദായങ്ങൾ, ടേസ്റ്റിന് വേണ്ടി നമ്മൾ എന്തും വാരി വലിച്ച് തിന്ന് ഏമ്പക്കം പെടുന്ന ആ രീതി, നമ്മളൊന്ന് ശരീരം പേർക്കുകയോ നമ്മുടെ ഹാർട്ടൊന്ന് ഇടിക്കാനോ നമ്മുടെ ലങ്സ് ഒന്ന് വർക്ക് ചെയ്യാനോ പോലും നമ്മൾ താല്പര്യപ്പെടുന്നില്ല. കുറച്ചു നേരമെങ്കിലും വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരം സംരക്ഷിക്കാനും, അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാതെ നമ്മുടെ ശരീരത്തെ സംരക്ഷിച്ചുകൊണ്ടും നമുക്ക് ഇത്ര നല്ലൊരു ശരീരം തരുമ്പം ദൈവത്തോടൊരു കടമയുണ്ട്. നമ്മളത് നശിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തോട് നമ്മൾ കണക്ക് പറയേണ്ടതുണ്ട്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ആത്മാവിനെ സംരക്ഷിച്ച് നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക, നമ്മൾ തളരാതെ മുന്നോട്ട് പോവുക. നമ്മൾ ഏതൊരു അവസ്ഥയാണേലും, നമ്മൾ പല ആക്സിഡൻറ്റ് പറ്റുന്നവരുണ്ട്, പല കാര്യങ്ങൾ പറ്റുന്നവരുണ്ട്, പല ജീവിത പ്രശ്നങ്ങളുള്ളവരുണ്ട്, പല വേദനകൾ അനുഭവിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ആത്മാവിനെ നമ്മൾ നശിപ്പിക്കാതെയും നമുക്ക് ദൈവം തന്ന ഏതെങ്കിലും ഒരു വേദന തന്നെങ്കിൽ അത് ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ
ദൈവത്തിൻ്റെ അടുത്ത് നമുക്ക് വലിയൊരു സ്ഥാനമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. സാർ, ഇപ്പോൾ നമ്മൾ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിൻ്റെ ക്യാമ്പസിലാണുള്ളത്. നമ്മുടെ മാനേജർ അച്ഛനുണ്ട്, സാറിൻ്റെ സഹപ്രവർത്തകരുണ്ട്, നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവരെയും കൂടെ കേട്ടിട്ട് മടങ്ങി വരാം. അബീഷ് പി ഡൊമിനിക്, ഗിന്നസ് ബുക്ക് റെക്കോർഡ് ഹോൾഡർ. അമൽജ്യോതി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരഭിമാനമാണ്. അദ്ദേഹം ഇവിടെ എത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ടു. പക്ഷേ എനിക്ക് വ്യത്യസ്തമായ ഒരു കാര്യമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച്. അത് മറ്റൊന്നുമല്ല, ഒന്ന്, ഒരു ആഴമേറിയ വിശ്വാസമുള്ള വ്യക്തിയാണ്. ഏത് പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പും അദ്ദേഹം ഇവിടെ എൻ്റെ അടുത്ത് വരും, എന്നിട്ട് പറയും, അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ, കാരണം ഒരു വലിയ പരിപാടി നടത്താൻ പോവാണ്, അപകടമുണ്ടാകാതിരിക്കുവാൻ, വിജയിക്കുവാൻ. ഇത് അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും പിന്നിൽ ദൈവത്തിൻ്റെ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. കുട്ടികൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം, അത് ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവത്തിലുള്ള ആശ്രയത്വത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ്. അദ്ദേഹം പറയും, പ്രകൃതിയിൽ, നമ്മുടെ വ്യക്തിത്വത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നതും ദൈവം അനുഗ്രഹം നൽകുന്നതുമൊക്കെ മനസ്സിലാക്കുക, അതിനെ വികസിപ്പിക്കുക, അതിനെ വളർത്തുക, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കുക. പ്രകൃതി പറയുന്നതനുസരിച്ചും പ്രകൃതിയിലൂടെയും മറ്റുള്ളവരിലൂടെയും ദൈവം നമ്മോട് പറയുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ജീവിതക്രമത്തിൻ്റെ ശൈലിയുടെ വിജയമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വിജയം. അദ്ദേഹം കാണിക്കുന്ന വലിയ കാര്യങ്ങളുടെ പിന്നിൽ ഈ ആത്മവിശ്വാസവും ദൈവ ആശ്രയത്വവും നല്ല ജീവിത ശൈലിയുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്ത തലമുറയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരു അധ്യാപകനായും ഒരു പിതാവായും കൊടുക്കുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളുമൊക്കെ ഇതുപോലെ മനോഹരമാണ്. നമുക്കും ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നും പഠിക്കുവാനുണ്ട്. ഇനിയും ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വിജയങ്ങളിലേക്കുള്ള പാതയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 2018 വർഷത്തിലാണ് അബീസറിനെ ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടറായിട്ട് ജോയിൻ ചെയ്ത വർഷമായിരുന്നു. അന്ന് ഒരു സ്റ്റുഡൻസ് കൗൺസിൽ ഇനോഗ്രേഷൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അബീസറിനെ കോളേജിലെ കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ആ ഷോയിൽ കൂടി ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ഹൃദയം കവർന്നു എന്ന് തന്നെ പറയാം. സ്റ്റുഡൻസിന് അന്ന് മുതൽ സർ ഒരു ഇൻസ്പിറേഷൻ ഫിഗർ ആയിരുന്നു എന്നുള്ളത് ഒരു വളരെ വലിയ സത്യം തന്നെയാണ്. അതിനൊപ്പം തന്നെ സാറിൻ്റെ ഒരു ഡെഡിക്കേഷൻ, ഒരു ടാസ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഹാർഡ് വർക്ക്, ഇതെല്ലാം ഞാൻ പലതവണ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും പുറയിൽ ഒരു ദൈവാശ്രയം കൂടി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സ്, ഇതെല്ലാം തന്നെയാണ് അബീസറിൻ്റെ ലൈഫിൻ്റെ സീക്രട്ട് ഓഫ് സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ദൈവത്തെ ആശ്രയിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ അബീസറിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ പഠനത്തിനുമപ്പുറം മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും എത്രത്തോളം പ്രധാനപ്പെട്ടവയാണെന്നും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതിൻ്റെ ആവശ്യകതയും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് അബീഷ് സാറാണ്. സാറിൻ്റെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഇവയെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്താനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ തലമുറ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അലസത എന്നുള്ളത്. ഈ അലസതയെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ജീവിത വിജയത്തിനു വേണ്ടി നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്താൽ നമ്മുടെ ആ ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളത് ഞങ്ങളുടെ കോളേജിലെ സാറിൻ്റെ ജീവിതം ഞങ്ങൾ ഒബ്സർവ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചത്. സാർ, അപ്പോൾ നമ്മുടെ ഈ മനോഹരമായിട്ടുള്ളൊരു എപ്പിസോഡ് കഴിയാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് സാറിൻ്റെ ഒരു പെർഫോമൻസ് കൂടി കഴിഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും. ഞാൻ 100ഓളം വെറൈറ്റി ബ്രേക്കിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലെനിക്കൊരു വേൾഡ് റെക്കോർഡ് കിട്ടിയായിട്ടാണ് കരിക്ക് ബ്രേക്ക് ചെയ്യുന്നത്, ശരീരത്തിൻ്റെ വിവിധ പാർട്സ് ഉപയോഗിച്ച്. അപ്പം അതിൻ്റെ ഒരു ചെറിയ പാർട്ട് 45 ഒരു മിനിറ്റ് ചെയ്തത്. ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്.
ഞാൻ ഈ ചെയ്യുന്ന പ്രോഗ്രാമുകളെല്ലാം വെറും ഒരു പൊട്ടിരോ അല്ലെ വെറും ഒരു തല്ലിപ്പൊട്ടിരിക്കലോ ഒന്നുമല്ല. അത് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് തന്ന ആ ടാലൻറ്റ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ദൈവം തന്ന ശരീരം സംരക്ഷിക്കണം എന്നുള്ളൊരു സന്ദേശം അതിനോട് കൊടുക്കുക എന്നുള്ളതാണ്. ഇനിയും അങ്ങോട്ട് എൻ്റെ ഈ പ്രോഗ്രാമുകളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ജീവിതാന്ത്യം വരെ പോകണമെന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. അതുപോലെ തന്നെ ശരീരം ശ്രദ്ധിക്കാനായിട്ടും ശരീരം ശ്രദ്ധിക്കുന്നതിനോടൊപ്പം നമ്മുടെ മെൻ്റൽ സ്ട്രെങ്തും നമ്മുടെ മാനസിക ഇതും ദൈവത്തിൽ നിന്നും വിട്ടുപോകാതെ നമ്മൾ ചേർത്ത് നിർത്തുക എന്നുള്ള ഒരു സന്ദേശം കൊടുത്തുകൊണ്ട് അതിൻ്റെ ചെയ്യുന്നു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ അബീഷ് പി ഡൊമിനിക്. ദൈവാശ്രയവും കഠിന പ്രയത്നവും ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഏറെ വിശിഷ്ടമായ അംഗീകാരങ്ങളും നേട്ടങ്ങളും സ്വന്തമാക്കാമെന്ന് അബീഷ് പി ഡൊമിനിക് നമുക്ക് മുൻപിൽ തൻ്റെ ജീവിതം കൊണ്ട് തെളിയിക്കുന്നു. ജീവിത ശൈലി കൊണ്ടും ലഹരിയാലും മദ്യപാനത്താലും തകരുന്ന പുതിയ തലമുറയ്ക്ക് ആരോഗ്യ സംരക്ഷണത്തിനായി പുതിയ ദിശാബോധം നൽകുന്ന അനേകം പ്രോഗ്രാമുകളിലൂടെ അബീഷിന്റെ ജീവിതം ഇവിടെ സഞ്ചരിക്കുന്നു, പുതിയ അംഗീകാരങ്ങൾക്കിടയിലൂടെ.